തന്നെ ഒരല്പം ലൈറ്റ് യെല്ലോയിഷിനേക്കാൾ ഒരല്പം കൂടെ ബ്രൗണിഷ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ക ബ്രൗൺ അല്ല, എന്നാൽ ജോണി വാക്കറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് പറയുന്നത്, ആ യെല്ലോയിഷിൻ്റെ അത്രയും ഇല്ല, ഈ ഒരല്പം കൂടി ഡാർക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ സ്മെൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സ്വീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പഞ്ചസാരയുടെ ഒരു സ്വീറ്റില്ല, അത്രയും ഒരു ഫീലാണ് അത്. വിസ്കി, നല്ല വിസ്കി കഴിച്ചിട്ടുള്ള അറിയാൻ പറ്റും ആ ഒരു ഫീല്. എന്തായാലും അങ്ങനെ ഒരു ഫീൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടെന്നുള്ളത് വേണം പറയാം. പിന്നെ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫീലിൻ്റെ കാര്യം, സ്മെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാക്ക് ഡാനിയലുമായിട്ട് ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ സാദൃശ്യം, അതായത് അതിൻ്റെ സ്മെല്ലിന് വേണമെങ്കിൽ ചെറിയ ഒരു സാദൃശ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജാക്ക് ഡാനിയലിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അല്പം കൂടി ഡാർക്കാണ് ഈ വിസ്കി, ജാക്ക് ഡാനിയൽ വിസ്കിയിൽ ഏറ്റവും ഡാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിസ്കിയാണ് ജാക്ക് ഡാനിയൽ. എന്തായാലും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് കളറൊക്കെ അതിൻ്റെ അത്രയും കളറൊന്നുമില്ല, പക്ഷെ സ്മെല്ലിന് ഒരു ഫീലുണ്ട്. സാധാരണ ജാക്ക് ഡാനിയലിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് കുടിച്ചുകൂടെ നോക്കാം. ഇങ്ങനെ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ 2 ഐസ് ക്യൂബ് അങ്ങ് ഇട്ട് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഭയങ്കരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസ് ഇട്ട് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഇതൊരു അല്പം ചില്ലായി കഴിഞ്ഞ് നമ്മൾ കുടിക്കുമ്പോൾ സൂപ്പറായിരിക്കും. അത് ഈ വിസ്കി എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ ഏത് വിസ്കിയോ ഏത് ബ്രാൻഡിയോ ഏത് റമ്മോ എന്ത് കഴിച്ചാലും ഒരല്പം ഇതിട്ടിട്ട ശേഷം, അതായത് നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സിങ്ക് ആക്കിയ ശേഷം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കാരണം അതിനൊരു ഫീല് വേറെയാണ്. അതാ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫീല്, അതായത് ഒരു സ്വീറ്റ്നെസ് ഫീല്, ജാക്ക് ഡാനിയലിൻ്റെയൊക്കെ ആ ഒരു ഫീല് തോന്നുന്ന ആ സ്വീറ്റ്നെസ് ഫീല് നമുക്ക് ഇതിൻ്റെ അകത്ത് കുടിക്കുമ്പോഴും ഉണ്ട്. അതോടൊപ്പം അതിന് ഒട്ടും കുത്തലില്ല, സ്മൂത്താണ്. അതായത് സാധാരണ ഒരു നമ്മളടിച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് കുടിച്ചു ഉടനെ ടച്ചിങ് ചെയ്ത എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, ഒരു അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു അഭ്യാസ പ്രകടനം വേണ്ട. സാധാരണ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡ്രിങ്ക്, മറ്റൊരു ആൽക്കഹോൾ അല്ല ഞാൻ പറഞ്ഞാൽ, മറ്റേത് ഡ്രിങ്ക് കുടിച്ചാലും നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ഫേസ് എക്സ്പ്രഷൻ എന്നാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, നല്ല സന്തോഷമായിരിക്കുമല്ലോ വരാറുള്ളത്. ഇതാ കാണിച്ചതാ.